ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ ഫുൾ മൂണിന് ട്വിൻ ഫ്ലെയിംസിനായിട്ടുള്ള കളക്റ്റീവ് എനർജി അപ്ഡേറ്റാണ്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ വോയിസിലൊരു ചെറിയ വ്യത്യാസം കാണും, ക്ഷമിക്കണം. കാരണം ത്രോട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചെറിയ പെയിനും കാര്യങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് വീഡിയോ ഇടണ്ടെന്ന് വിചാരിച്ചത്. പക്ഷേ ഈ ഒരു കളക്റ്റീവായിട്ടുള്ള ഒരു ചാനലിംഗ് എനർജി അപ്ഡേറ്റ് കണ്ടിന്യൂസ്ലി അത് ഡൗൺലോഡ്സ് ആയിട്ട് വരുന്നു. സോ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മൊമെൻറ്റിൽ ഇത് റെക്കോർഡ് ചെയ്താലേ ഒരു പീസ്ഫുൾ എനർജിയിലേക്ക് എനിക്ക് എത്താൻ പറ്റത്തുള്ളൂ എന്നുള്ള ഒരു ഇത്, അതായത് ഇത് അപ്ഡേറ്റ് ചെയ്യണം കളക്റ്റീവ് കമ്മ്യൂണിറ്റിയിലേക്ക് എന്നുള്ള ഒരു ഡൗൺലോഡാണ് എനിക്ക് കിട്ടുന്നത്. അതുകൊണ്ട് റെക്കോർഡ് ചെയ്യുകയാണ് അങ്ങനെ തന്നെ. അപ്പോൾ വോയിസിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ എഗെയിൻ ക്ഷമിക്കുക. അപ്പോൾ ഈ ഒരു ഫുൾ മൂൺ എന്ന് പറഞ്ഞാൽ ഇത്ര നാളും, അതായത് ശരിക്കും പറഞ്ഞാൽ 2020 തൊട്ട് 2025 വരെ ഈ ഒരു 5 years എന്ന് പറയുന്നത് ഇൻ പെർട്ടിക്കുലറായിട്ട് ട്വിൻ ഫ്ലെയിംസിൻ്റെ അവേക്കനിങ്ങിൽ ഏറ്റവും കൂടുതൽ ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു പീരീഡായിരുന്നു. അതായത് 2025 കംപ്ലീറ്റ് ആവുന്നോടം വരെ ശരിക്കും പറഞ്ഞാൽ കർമ്മ ക്ലിയറൻസ്, മേജർ കാർമിക് സൈക്കിൾസ് കംപ്ലീറ്റ് ആവുന്ന ഒരു സമയം അതാണ്. അതുകൊണ്ട് തന്നെയാണ് ഓരോ വർഷം കഴിയുന്തോറും ഈ ഒരു അവേക്കനിങ് ജേർണിയിലുള്ളവർക്കറിയാം ഇൻറ്റൻസ് ആയിട്ടുള്ള എനർജീസാണ് ഫീൽ ആയിക്കൊണ്ടിരിക്കുന്നത്. സോ ഈ ഒരു ഫുൾ മൂൺ വരുമ്പോഴത്തേക്ക് അത്ര ഇൻറ്റൻസ് ആയിട്ട്, അതായത് 2020 തൊട്ടായിരിക്കാം, അതല്ല എങ്കിൽ ഇൻ പെർട്ടിക്കുലറായിട്ട് കളക്റ്റീവിൽ പറയുമ്പോൾ ഈ ഒരു വർഷം ജനുവരി തൊട്ടിങ്ങോട്ടുള്ള ഇൻറ്റൻസ് ആയിട്ടുള്ള ബ്രേക്ക് ത്രൂസ്, ഇൻറ്റൻസ് ആയിട്ടുള്ള കാർമിക് ക്ലിയറൻസുകളൊക്കെയും നടന്നു കഴിഞ്ഞിട്ട് ഉള്ള ഒരു ന്യൂ ബിഗിനിങ്ങിലേക്ക് കളക്റ്റീവ് എനർജിയിൽ ഒരു ന്യൂ ബിഗിനിങ് ആണ് കാണിക്കുന്നത്. ഒരു ഡിവൈൻ മേർജിങ്ങിൻ്റെ എനർജിയാണ്, ഒരു സോൾ മേർജിങ്ങിൻ്റെ എനർജിയാണ്, ഡിവൈൻ യൂണിയൻ്റെ എനർജിയാണ് കളക്റ്റീവിൽ കിട്ടുന്നത്. അപ്പോൾ ആദ്യത്തെ കാര്യം കാർമിക് ക്ലിയറൻസ് കഴിഞ്ഞിട്ടുള്ള ന്യൂ ബിഗിനിങ്സ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇനിയും, അതായത് ഇത്ര ഒരു ടൈം പീരീഡിൽ സ്വയം ഉണ്ടായിരുന്ന ഒരു ബിലീഫ് സിസ്റ്റം ആവാം, അല്ലെങ്കിൽ ചുറ്റുമുള്ള കാർമിക് ട്രൈഡ്സ് ആവാം, ഇതിനെയൊക്കെയും പതിയെ പതിയെ ചോയ്സസ് എടുത്തുകൊണ്ട് ഓരോ ലെയേഴ്സായിട്ട് ക്ലിയർ ചെയ്തുകൊണ്ട് വന്നിരുന്ന ഡിവൈൻ ഫെമിനൈൻസിന്, അതായത് ഇത് അവേക്കനിങ്ങിന് വന്നു കഴിഞ്ഞിട്ട് മേജർ ഒരു 50% അവേക്കനിങ് കഴിഞ്ഞവർക്കുള്ള ഒരു കളക്റ്റീവ് എനർജി അപ്ഡേറ്റാണ് ഇപ്പോൾ ഈ പറയുന്ന ഡിവൈൻ ഫെമിനൈൻസ് എന്ന് പറയുന്നത്. അവർക്ക് ന്യൂ ബിഗിനിങ്സ് ആണ് അവരുടെ ലൈഫിൽ. ഒത്തിരി കാര്യങ്ങളെ ഒരു മജീഷ്യൻ്റെ രൂപത്തിൽ മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ പോവുകയാണ്. അതിപ്പം അവരുടെ ലൈഫിൽ ചുറ്റുമുള്ള അവരുടെ സിറ്റുവേഷൻസ് ആവാം, പ്രത്യേകിച്ചും ഫിനാൻഷ്യൽ സിറ്റുവേഷൻസ് ആവാം, പ്രത്യേകിച്ചും അബൻഡൻസ് ആവാം. അബൻഡൻസ് എന്ന് പറയുമ്പോൾ എല്ലാ തരത്തിലുള്ള 3D ലൈഫിലുള്ള ഒരു കംഫർട്ടബിലിറ്റിയും അതിൻ്റെ കൂടെ സ്പിരിച്വൽ ഗ്രോത്തും, ആ ഒരു പീസ്ഫുൾ എനർജിയിലേക്ക് എത്തുന്ന ഒരു സമയം. അതായത് ലൈഫിൽ ത്രൂ ഔട്ട് ദ ലൈഫ് ഇത്ര വർഷങ്ങൾ, അല്ലെങ്കിൽ ഈ ഒരു വർഷത്തിൽ ഉണ്ടായിരുന്ന സ്ട്രോംസൊക്കെ നിന്ന് അത്ര കൊടുങ്കാറ്റിലൂടെയൊക്കെയും കടന്നു പോയിട്ട് ഒരു പതിയെ ഒരു തീരത്തോട് അടുക്കുന്ന ഒരു പോലത്തെ ഒരു പീസ്ഫുൾ എനർജിയിലേക്ക് വരാൻ പോകുന്ന ഒരു സമയമാണ്. സോ ഇവരുടെ ഹാർട്ട് സെൻറ്റേഴ്സ്, അല്ലെങ്കിൽ ഇവരുടെ ഒരു ഹാർട്ട് ചക്ര എന്ന് പറയുന്നത് മേജർ ഒരു ഹീലിംഗ് പോയിൻറ്റിലാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും മേ ബി ഹാർട്ട് ചക്രയിൽ ഒരു ഹെവിനെസ് സ്റ്റിൽ ഉണ്ടാവാം ഈ ഒരാഴ്ചയും കൂടെ. സോ അത് ഒരു ഹീലിങ്ങിൻ്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കുക. ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ് എനർജിയിൽ ഇരിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി അടുത്തതായിട്ട് സോൾ മേർജിങ് എന്ന് പറഞ്ഞു. സോൾ മേർജിങ് എന്ന് പറയുന്നത് നമ്മൾക്ക് ട്വിൻ ഫ്ലെയിം ജേർണിയിലൊക്കെ ആണെങ്കിൽ ഇനീഷ്യൽ സ്റ്റേജ് തൊട്ട് തന്നെ നമ്മൾ ഓരോ ലെവലിലും നമ്മളുടെ സോളുമായിട്ട് മേർജ് ചെയ്യുകയാണ്. കാരണം നമ്മളുടെ ഇന്നർ ട്രൂത്തിലേക്കുള്ള ജേർണിയാണ് അല്ലേ. അപ്പോൾ നമ്മൾ ലാസ്റ്റിൽ വന്നിട്ട് ഒരു സോൾ മേർജിങ് അല്ല ഇവിടെ നമ്മൾ അനുഭവിക്കുന്നത്, ഈവൻ നമ്മളുടെ കൗണ്ടർ പാർട്ടുമായിട്ട് പോലും. അപ്പോൾ ആ ഒരു ഫൈനൽ സോൾ മേർജിങ്ങിലേക്ക് വരുന്ന ഒരു സമയമാണ് മേജർ ഡിവൈൻ ഫെമിനൈൻസ്, അല്ലെങ്കിൽ ഒരു കളക്റ്റീവായിട്ട് ഒത്തിരി വർക്ക് ചെയ്തിട്ട് കുറേ വർഷങ്ങളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഡിവൈൻ ഫെമിനൈൻസ്. അപ്പോൾ സോൾ മേർജിങ്ങിൻ്റെ ഒരു ഫീലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ കൗണ്ടർ പാർട്ട് വെളിയിലല്ല, ഇനിയും നമ്മൾക്ക് മുമ്പിൽ കാണുന്ന ആ ഒരു ബോഡിയിൽ ഇരിക്കുന്ന ആളല്ല, ഓൾറെഡി നമ്മളുടെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്ന് എക്സ്ട്രീം ലെവലിൽ
അത് എപ്പോഴും ഫീലാവാൻ പോകുന്ന ഒരു സമയം, അല്ലെങ്കിൽ ഫീലാവാൻ തുടങ്ങിക്കഴിഞ്ഞ ഒരു സമയം. സോ ഇവരുടെ ഒരു അവേക്കനിങ് സ്റ്റേജ്, അല്ലെങ്കിൽ കടന്നു പോയിക്കൊണ്ടിരുന്ന അവേക്കനിങ് സ്റ്റേജ് എന്ന് പറയുന്നത് വളരെ ഇൻറ്റൻസ് ആയിരിക്കാം ഈ ഒരു കഴിഞ്ഞ 1.5 വർഷമായിട്ട്. അപ്പോൾ അത്രയ്ക്ക് ആ ഒരു ഇൻറ്റൻസ് എനർജി കഴിഞ്ഞിട്ട് ആ സോൾ മേർജിങ് ഫീൽ ആകുമ്പോഴത്തേക്ക് ആ ഒരു കംപ്ലീഷൻ എനർജീനെ അത്രയ്ക്ക് ഇൻറ്റൻസ് ആയിട്ട് ഫീൽ ആവാൻ പോകുന്ന ഒരു സമയമാണ്, പ്രത്യേകിച്ചും 11 പോർട്ടൽ കഴിഞ്ഞിട്ട്. സോ ശരിക്കും പറഞ്ഞാൽ ഒരു ഡിവൈൻ ഫെമിനൈൻ എനർജിയിലേക്ക് എത്തപ്പെടാൻ പോകുന്ന ഒരു സമയം. അടുത്തതായിട്ട് ഡിവൈൻ മേർജിങ് എന്ന് പറഞ്ഞു. ഹാർട്ട് ചക്ര ഫുള്ളി ഹീലായ ഡിവൈൻ ഫെമിനൈൻസ് കളക്റ്റീവിൽ ഒരു ഡിവൈൻ മേർജിങ്ങിനെ ഫീലാവാൻ പോകുന്ന ഒരു സമയം. ഇവർക്ക് പ്രത്യേകിച്ചും ഡ്രീംസിൽ അവർ വിശ്വസിക്കുന്ന ആ ഒരു ശക്തി, ആ ഒരു ദേവന്മാരുടെയൊക്കെ പ്രസൻസ് ശരിക്കും ഫീലാവാൻ പറ്റുന്ന ഒരു സമയം. ഈവൻ മെഡിറ്റേഷൻസിലൊക്കെയും ആ ഒരു പ്രസൻസും അവരുടെ ഒരു ഗൈഡൻസും, അല്ലെങ്കിൽ ഈ ഒരു ലൈഫ് ടൈമിൽ, അല്ലെങ്കിൽ ആ ഒരു സോൾ ഗ്രോത്തിന് നമ്മൾക്ക് അത്രയ്ക്ക് ഇനീഷ്യൽ സ്റ്റേജ് തൊട്ട്, അവേക്കനിങ്ങിൻ്റെ ഇനീഷ്യൽ സ്റ്റേജ് തൊട്ട് അതിനു മുമ്പും നമ്മളുടെ ലൈഫിലുള്ളത് ഡിവൈൻ ഫോഴ്സ് മാത്രമാണെന്നുള്ള ഒരു റിയലൈസേഷനിലേക്ക് വന്നിട്ട് ഫുള്ളി ഡിവൈനിലേക്ക് മേർജ് ആവുന്ന ഒരു സമയമാണ്. സോ ഇവിടെ ഇത്രയും സ്റ്റേജ്, അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേജിലേക്ക് എത്തപ്പെടുമ്പോഴത്തേക്ക് ഹൈലി സ്പിരിച്വലായിട്ട് ഡിവൈൻ ഫെമിനൈൻ എനർജി മാറുന്ന ഒരു സമയം. എഗെയിൻ മാസ്റ്റർ മാനിഫെസ്റ്റേഴ്സ് ആവാൻ പോകുന്ന ഒരു സമയം. അതേപോലെ തന്നെ 3D ഓറിയൻറ്റഡ് ആയിട്ടുള്ള ലൈഫിൽ, അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് തിങ്സിലേക്ക് അധികം ഫോക്കസ് ചെയ്യാണ്ട് സ്പിരിച്വാലിറ്റിയിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ട് അതിലൂടെ മെറ്റീരിയലിസ്റ്റിക് തിങ്സിനെ മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ പോവുകയാണ് ഈ ഒരു കളക്റ്റീവ് എനർജിയിൽ പറയുന്ന ഡിവൈൻ ഫെമിനൈൻ എനർജീസ്. ഇനിയും ഇനിഷ്യൽ സ്റ്റേജിലുള്ള ഡിവൈൻ ഫെമിനൈൻ എനർജീസ് കൺഫ്യൂഷൻ്റെ എനർജിയാണ് ശരിക്കും ഫീൽ ആവുന്നത് കളക്റ്റീവിൽ. അതേപോലെ തന്നെ ഹാർട്ട് ചക്ര പെയിൻ ഉണ്ട്. പ്രത്യേകിച്ചും ട്രിഗേഴ്സ് അവരുടെ കൗണ്ടർ പാർട്ടിൽ നിന്നും, അതായത് ഡിവൈൻ മസ്കുലൈനിൽ നിന്നും ഒരു ബിട്രയലിൻ്റെ ഒരു എനർജിയാണ് കളക്റ്റീവിൽ മനസ്സിലാവുന്നത്, അല്ലെങ്കിൽ കിട്ടുന്നത്. അതേപോലെ തന്നെ ഇവരുടെ ഉള്ളിലെ അബാൻമെൻറ്റ് ഇഷ്യൂസ് ഇൻഡെപ്തിൽ ട്രിഗറായ ഒരു സമയമാണ്. ഈ ഒരു, അതായത് ഇനിഷ്യൽ സ്റ്റേജ് തൊട്ട് വർക്ക് അധികം സ്പിരിച്വാലിറ്റിയിൽ അധികം ശ്രദ്ധിക്കാറുണ്ട്, അല്ലെങ്കിൽ സ്പിരിച്വൽ വർക്ക്സിൽ കൂടുതലായിട്ട് ശ്രദ്ധിക്കാതെ മെറ്റീരിയലിസ്റ്റിക് തിങ്സിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കുന്ന ഡിവൈൻ ഫെമിനൈൻസ് ആണെങ്കിൽ അവരുടെ റൂട്ട് ചക്ര ബ്ലോക്ക് ആയതുകൊണ്ട് തന്നെ അവർക്ക് ഒരു മണി ബ്ലോക്ക്, അല്ലെങ്കിൽ ആ ഒരു മണി ഫ്ലോൻ്റെ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് ഫേസ് ചെയ്യേണ്ടി വരുന്ന ഒരു സമയമാണ്. ഇവിടെ കൂടുതലായിട്ട് ഗ്രൗണ്ടിങ് ചെയ്യാനായിട്ടാണ് ശ്രമിക്കേണ്ടത്. ആൻഡ് ഇന്നർ വർക്കിൽ കൂടുതൽ ശ്രദ്ധിക്കുക. ഇനി കളക്റ്റീവായിട്ടുള്ള ഡിവൈൻ മസ്കുലൈൻ്റെ എനർജി ചാനലിംഗ് കളക്റ്റീവായിട്ട് പറയുമ്പോൾ 11 പോർട്ടൽ കഴിഞ്ഞ് ഡിവൈൻ യൂണിയനിലേക്ക്, അതായത് ഒരു പെർമനൻറ്റ് ഹാർമോണിയസ് യൂണിയൻ്റെ ഒരു കളക്റ്റീവ് എനർജി സ്റ്റാർട്ട് ആവുകയാണ്. അപ്പോൾ ഇതിലേക്ക് എത്താൻ പോകുന്ന മസ്കുലൈൻ എനർജീസ് ഒരു ഡിവൈൻ ഫോമിലേക്ക്, ഈവൻ അവരുടെ ഫെമിനൈൻ എനർജീൻ്റെ ഈക്വലായിട്ട്, അല്ലെങ്കിൽ ഒരു ശിവൻ്റെ തത്വം എന്ന് പറയുന്ന അത്രയ്ക്ക് സ്റ്റിൽനെസ്സിൽ ഇരുന്നു കൊണ്ട് തന്നെ ആ ഒരു ഡിവൈൻ ഫോമിനെ ഫീൽ ആവുകയും ഈ ഒരു ജേർണിയെ സറണ്ടർ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകുന്ന മസ്കുലൈൻ എനർജീസാണ്. ഇവരുടെ ലൈഫിൽ ഓൾറെഡി കാർമിക് ക്ലിയറൻസ്, അതായത് അത്ര നാളും അവരുടെ ലൈഫിലുണ്ടായിരുന്ന കാർമിക്സ്, അതിപ്പം ജോലിയാവാം, ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആവാം, അതല്ലെങ്കിൽ ഏതെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആകാം, ഇതൊക്കെയും ക്ലെൻസായി കഴിയുന്ന ഒരു സമയം, അല്ലെങ്കിൽ ഒരു റിയലൈസേഷനിലേക്ക് ഇത് കർമ്മയാണെന്ന് റിയലൈസ് ആയിക്കൊണ്ട് തന്നെ ഇതിനെയൊക്കെയും സറണ്ടർ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു സമയമാണ് ഡിവൈൻ മസ്കുലൈൻസിന്. ഇവരും ഗ്രോ ചെയ്യുന്ന ഒരു സമയം. അവരുടെ ഒരു വെയിൽ ഇന്നർ വർക്ക്, അതിപ്പോൾ ഒരിക്കലും ഡിവൈൻ ഫെമിനൈൻ ചെയ്യുന്ന പോലെ അല്ലായിരിക്കാം മസ്കുലൈൻ എനർജി ഇന്നർ വർക്ക് ചെയ്യുന്നത്. സോ ആ ഒരു വെയിൽ അവരുടെ ഇന്നർ വർക്ക് കംപ്ലീറ്റ്ലി ചെയ്തുകൊണ്ട് സറണ്ടേർഡ് സ്റ്റേജിലിരുന്നു കൊണ്ട് അത്രയും ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു എനർജിയിൽ കാംനെസ്സിലിരിക്കുന്ന ഒരു ഡിവൈൻ മസ്കുലൈൻ, അതാണ് കളക്റ്റീവിൽ ഒരു എനർജി ഡൗൺലോഡായിട്ട് കിട്ടുന്നത്. അതല്ലാണ്ട്
കളക്റ്റീവായിട്ടുള്ള ഡിവൈൻ മസ്കുലൈൻ്റെ എനർജി തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ നിൽക്കുന്ന ഡിവൈൻ മസ്കുലൈൻസിന് ശരിക്കും ഒരു റിയലൈസേഷൻ്റെ ഫേസാണിത്. അതായത് ഇത്ര നാളും ഞാൻ എൻ്റെ ട്രൂത്തിനെ ഫേസ് ചെയ്തിട്ടില്ല എങ്കിൽ അതിനെ എനിക്ക് ഫേസ് ചെയ്തേ പറ്റത്തുള്ളൂ. അതായത് ഇനിയും വേറെ ഓപ്ഷൻസ് ഇല്ല, എന്നെ എനിക്ക് ഫേസ് ചെയ്തേ പറ്റത്തുള്ളൂ എന്നുള്ള ഒരു റിയലൈസേഷനിലേക്ക് വരുന്ന ഒരു സമയം. അതായത് അവേക്കനിങ്ങിൻ്റെ ഡിവൈൻ മസ്കുലൈൻ്റെ അവേക്കനിങ്ങിൻ്റെ ഒരു മേജർ പാർട്ടാണത്. ദോ അല്ലെങ്കിൽ അവർ നിൽക്കുന്ന കർമ്മ, അല്ലെങ്കിൽ അവർ നിൽക്കുന്നത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസിലായിരിക്കാം, അല്ലെങ്കിൽ അവർ ഗോ ത്രൂ ആവുന്ന ആ ഒരു കാർമിക് കാര്യങ്ങളെയൊക്കെ അവർ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ അവരുടെ ഇന്നർ വോയിസിനെ കേൾക്കാനായിട്ടും ശരിക്കും എനിക്ക് എന്താണ് വേണ്ടതെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ സ്വയം ചോദിക്കാനായിട്ട് സന്നദ്ധരാകുന്ന ഒരു സമയം. അവേക്കനിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫേസാണ് ഒരു ഡിവൈൻ മസ്കുലൈൻ്റെ ഈ ഒരു ഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സൈനാണ്. ഇതല്ലാതെ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേജിൽ നിൽക്കുന്ന ഡിവൈൻ മസ്കുലൈൻസിൻ്റെ കളക്റ്റീവായിട്ടുള്ള ഒരു എനർജിയുമുണ്ട്. ഈ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേജ് എന്ന് പറയുന്നത് അവർ ക്രിയേറ്റ് ചെയ്യുന്ന തിങ്കിങ് പാറ്റേണിൻ്റെ, അതായത് ഒരു മെൻ്റൽ ട്രാപ്പ് എന്ന് നമുക്ക് പറയാം. ആ ഒരു ഓവർ തിങ്കിങ്ങിൻ്റെ ബേസായിട്ട് അവരിൽ തന്നെ ഉള്ള ഫിയർ ബേസ്ഡ് എനർജീസിൻ്റെ ഔട്ട്കമ്മിൽ കൺഫ്യൂഷൻ എനർജിയിൽ നിൽക്കുന്ന ഡിവൈൻ മസ്കുലൈൻസ്. ഈ ഒരു മസ്കുലൈൻ എനർജിയുടെ ഫെമിനൈൻ എനർജീസ് എന്ന് പറയുന്നത് അവരുടെ ഉള്ളിലുള്ള ഫിയറിനെ റീസർഫേസ് ചെയ്യുന്ന ഒരു സമയമാണ്. അപ്പോൾ ഫെമിനൈൻ എനർജീസ് ഒരു ഫിയർ ബേസ്ഡ് എനർജിയിലാണ്, അല്ലെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡിൽ ഫിയർ ബേസ്ഡ് എനർജി ഉണ്ട്. അതല്ലെങ്കിൽ ഒരു അൺസർട്ടനിറ്റി, അറിയാൻ വയ്യാത്ത ഒരു പേടി ഉള്ളിലുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ഇതേ ഫിയറാണ് നിങ്ങളുടെ കൗണ്ടർ പാർട്ട്, നിങ്ങളുടെ മസ്കുലൈൻ എനർജി റിഫ്ലക്റ്റ് ബാക്ക് ചെയ്ത് കാണിക്കുന്നത്, മിറർ ബാക്ക് ചെയ്ത് കാണിക്കുന്നതെന്ന്. സോ ഈ ഒരു മൊമെൻറ്റിൽ അവരെ ബ്ലെയിം ചെയ്യുകയോ അല്ലെങ്കിൽ അവരെ ജഡ്ജ് ചെയ്യുകയോ ചെയ്യാണ്ട് സ്വയം, അതായത് നമ്മുടെ ഉള്ളിലുള്ള, നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു ഫിയറിനെ ഫേസ് ചെയ്യാനായിട്ട് റെഡി ആവുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ കളക്റ്റീവായിട്ട് ഷോർട്ടായിട്ടുള്ള ഒരു എനർജി അപ്ഡേറ്റാണിത്. റെസൊനേറ്റ് ആയെന്ന് വിശ്വസിക്കുന്നു. ഈ എനർജി അപ്ഡേറ്റ് എന്ന് പറയുന്നത് കളക്റ്റീവിലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ റെസൊനേറ്റ് ആയ ഭാഗം മാത്രം നിങ്ങൾ എടുക്കുക. ആൻഡ് ഇതല്ലാണ്ട് ഇമോഷണലി നിങ്ങൾക്ക് വരുന്ന എല്ലാ അപ്പ് ആൻഡ് ഡൗൺസിനെയും, കാരണം ഫുൾ മൂണും ന്യൂ മൂണും എന്ന് പറയുന്നത് മൂൺ റിലേറ്റഡ് ആയിട്ടാണ്. മൂൺ എന്ന് പറയുന്നത് നമ്മുടെ ഇമോഷൻസിൻ്റെ ഒരു ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഹീലാവാത്ത ഏതൊരു ഇമോഷനും കളക്റ്റീവിൽ എന്ന് പറയാൻ നമുക്ക്, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു പെർട്ടിക്കുലർ അൺസർട്ടനിറ്റി അറിയില്ല, അല്ലെങ്കിൽ ഹീലിങ്ങിലേക്ക് വരുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ളത് നമ്മുടെ ഇമോഷണൽ ഹീലിങ്ങിന് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ആ ഇമോഷണൽ ബ്ലോക്കേജസ് എവിടെയാണെന്ന് അറിയാൻ വയ്യാത്തതാണ്. ആ ഒരു ബ്ലോക്കേജിനെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഈ ഫുൾ മൂൺ ആൻഡ് ന്യൂ മൂണിൻ്റെ സമയമാണ്. കാരണം ഈ ഒരു സമയത്താണ് നമ്മളുടെ ഉള്ളിൽ ഹിഡൻ ആയിട്ട് കിടക്കുന്ന, ഒളിഞ്ഞു കിടക്കുന്ന എല്ലാ തരത്തിലുള്ള ബ്ലോക്കേജും സർഫേസിൽ വരുന്നത്. കാരണം ഈ ഒരു ഇമോഷണൽ വേവ്സ് ആണ് നമ്മൾക്ക് മനസ്സിലാക്കി എടുക്കേണ്ടത് നമ്മുടെ ഹീലിംഗ് ജേർണിയിൽ. സോ ആദ്യത്തെ കാര്യം ഇവിടെ ചെയ്യേണ്ടത്, എല്ലാ 15 ദിവസത്തിൽ ഒരു ജേർണലിങ്, അതായത് ഈ ഒരു മൊമെൻറ്റിൽ എനിക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ എന്നിൽ തിരുത്തേണ്ടത്, അല്ലെങ്കിൽ ഞാൻ എന്നെ കണ്ടെത്താനായിട്ട്, അല്ലെങ്കിൽ ഞാൻ എന്നിലേക്ക് അലൈൻ ആവാനായിട്ട് ബ്ലോക്കായി കിടക്കുന്ന ഇമോഷൻസ് എന്തൊക്കെയാണ് ഒരു ലിസ്റ്റ് ചെയ്യാവുന്നതാണ്. സിമ്പിളായിട്ട് നമുക്ക് ഒരു 5 എണ്ണം ആയിരിക്കാം, 6 എണ്ണം ആയിരിക്കാം, 10 എണ്ണം ആയിരിക്കാം. അത് കഴിഞ്ഞിട്ട് ഈ 10 എണ്ണത്തിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യത്തിൽ ആദ്യം വർക്ക് ചെയ്യുക. അതേ പതിയെ ഈ 15 ദിവസം കഴിയുമ്പം പിന്നെ നിങ്ങൾക്കൊരു ന്യൂ മൂൺ വരുമ്പോഴത്തേക്ക് ഈ 10 എണ്ണത്തിൽ മേ ബി ഒരു 5 എണ്ണമോ 6 എണ്ണമോ ഇനി ഹീലാവാൻ കാണും. അതിൻ്റെ കൂടെ ഇനി എന്താണ് ഞാൻ ഇപ്പോൾ ഇമ്മീഡിയറ്റ്ലി ഹീലാക്കേണ്ടതെന്നുള്ള ഒരു ലിസ്റ്റും കൂടെ ചെയ്യുമ്പോൾ നമ്മൾക്ക് ആ ഒരു ലിസ്റ്റ് തന്നെ നമ്മളെ നമ്മുടെ ബ്ലോക്കേജസിലേക്ക് ഗൈഡ് ചെയ്യും. അതേപോലെ തന്നെ ഇൻ പെർട്ടിക്കുലറായിട്ട് ഫുൾ മൂണിൻ്റെ സമയത്ത് മൂൺ ലൈറ്റിൻ്റെ താഴെ ഇരുന്നു കൊണ്ട് മെഡിറ്റേഷൻ ചെയ്യുക. ആ ഒരു സമയത്ത് വെക്കേണ്ട ഇൻറ്റൻഷൻ എന്താണെന്ന് പറഞ്ഞാൽ, സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന എല്ലാ തരത്തിലുള്ള ഇമോഷണൽ ബ്ലോക്കേജസിനെയും, അത് ഈ ലൈഫ് ടൈമിലേ ആവാം,
പാസ്റ്റ് ലൈഫിൽ നിന്നും ഏതെങ്കിലും ലൈഫ് ടൈമിൽ നിന്നും ഞാൻ ക്യാരി ചെയ്തുകൊണ്ട് വന്നിരിക്കുന്ന എല്ലാ ബ്ലോക്കേജസിനെയും ക്ലിയർ ചെയ്യുക എന്നുള്ളത് നമുക്ക് ഇൻറ്റൻഷൻ വെക്കാവുന്നതാണ്. അതേപോലെ തന്നെ എൻ്റെ ജേർണിയിൽ ഞാൻ ബ്ലോക്ക് ചെയ്യുന്ന, എൻ്റെ ട്വിൻ ഫ്ലെയിം ജേർണിയിൽ ഞാൻ ബ്ലോക്ക് ചെയ്യുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിനൊക്കെയും ക്ലെൻസ് ചെയ്ത് തരിക എന്ന് പറഞ്ഞ് ഇൻറ്റൻഷൻ വെച്ചുകൊണ്ട് ആ ഒരു മൂൺ ലൈറ്റ് കൊണ്ട് നമ്മുടെ ക്രൗൺ ചക്ര തൊട്ട് താഴേക്ക് നമ്മുടെ എർത്ത് സ്റ്റാർ ചക്ര വരെ, അതായത് ക്രൗൺ ചക്ര എന്ന് പറഞ്ഞു, അതിൻ്റെ മുകളിലുള്ള ചക്രാസിലൂടെ ആയിരിക്കും ലൈറ്റ് നമ്മളുടെ ഉള്ളിലേക്ക് വരുന്നത്. സോ ഇവിടെ തൊട്ട് നമ്മൾ വിഷ്വലൈസ് ചെയ്ത് ഈ ഒരു ലൈറ്റ് നമ്മളുടെ ഉള്ളിലൂടെ ആ ക്ലെൻസിങ് നടന്ന് മദർ എർത്തിലേക്ക് ആ ഒരു ലൈറ്റ് കണക്റ്റ് ആയതും, അതേപോലെ തന്നെ ആ നമ്മളുടെ ഉള്ളിൽ കൂടെ ക്ലെൻസ് ആക്കി എടുത്ത ആ ഒരു ലൈറ്റ്, ആ ഒരു എനർജീനെ മദർ എർത്ത് അല്ലെങ്കിൽ ഭൂമി ദേവിയുടെ കോറിൽ ആ ഒരു എനർജീനെ ട്രാൻസ്മ്യൂട്ട് ചെയ്തുകൊണ്ട് നമ്മളിലേക്ക് ആ ഒരു മദർ എർത്തിൽ നിന്നും വന്ന ആ ഒരു പോസിറ്റീവ് എനർജി നമ്മളുടെ ചക്രാസ് ത്രൂ പ്രവഹിച്ച് ക്രൗൺ ചക്രയിലൂടെ പ്രവഹിച്ചുകൊണ്ട് അതൊരു ഷവറായിട്ട്, അല്ലെങ്കിൽ അതൊരു ക്രൗൺ ചക്രയിൽ നിന്നും ഒരു ലൈറ്റ് പോലെ, ഒരു വെള്ളം പോലെയൊക്കെ നമ്മളുടെ മുകളിലേക്ക് ഓറ ക്ലെൻസ് ചെയ്യുന്നത് നമുക്ക് വിഷ്വലൈസ് ചെയ്യാവുന്നതാണ്. ഇത് കഴിഞ്ഞിട്ട് വരുന്ന കാര്യങ്ങളെ, അല്ലെങ്കിൽ നമ്മൾക്ക് ആ ഒരു ഇന്നർ വോയിസ് ഗൈഡ് ചെയ്യുന്ന കാര്യങ്ങളെ നമുക്കൊരു ജേർണലിംഗ് ആക്കി വെച്ച് നമുക്ക് ഓരോ ഇമോഷണൽ ബ്ലോക്കിനെയും ക്ലിയർ ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് പറയാനുള്ളത്. ഇതല്ലാതെ റേഖിയുടെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ലെവൽ ക്ലാസ്സസ് ഓൾറെഡി സ്റ്റാർട്ട് ആവുന്നുണ്ട്. അത് ഓൾറെഡി കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഒരു പോസ്റ്ററായിട്ട് ഇട്ടിട്ടുള്ളതാണ്. ഇതിനെക്കുറിച്ച്, അതായത് റേഖിയുടെ ക്ലാസ്സസിനെ കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ് ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ജോയിൻ ആവണം എന്നുള്ളവർക്ക് വാട്സപ്പ് നമ്പറിലേക്ക്, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഇതല്ലാതെ പെയ്ഡ് കൗൺസിലിംഗ് സെഷൻസിനായിട്ട്, ഹീലിംഗ് സെഷൻസിനായിട്ട്, റേഖി ഹീലിംഗ് സെഷൻസിനായിട്ട്, ആകാശിക് ബുക്ക് റെക്കോർഡ് റീഡിങ്സിന്, പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ തെറപ്പിക്കായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഇനിയൊരു റിക്വസ്റ്റും കൂടിയുണ്ട്. ദയവ് ചെയ്ത് ഒരു ഡൗട്ടുണ്ട് ചോദിച്ചോട്ടെ എന്ന് പറഞ്ഞ് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കരുത്. ഓൾറെഡി കമൻ്റായിട്ട് നിങ്ങളിടുന്ന ക്വസ്റ്റ്യൻസിനെ എല്ലാം ഇൻക്ലൂഡ് ചെയ്ത് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെഷൻസ് ഇടുന്നതാണ്. അതല്ലാതെ ഈ ഒരു ചാനലിൽ എനിക്ക് തോന്നുന്നു അത്രയും വീഡിയോസ് ഉണ്ട്. അതൊക്കെയും നിങ്ങളുടെ ജേർണിയിൽ ഏതെങ്കിലും സ്ഥലത്ത്, ഏതെങ്കിലും പോയിന്റിൽ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതാണ്. പിന്നെയും അത് പേഴ്സണലായിട്ട് 1 to 1 സെഷൻ, അതും ഒരു എനർജി എക്സ്ചേഞ്ച് ഇല്ലാതെ എടുക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ എനിക്ക് വരുന്നത് കൊണ്ട് മാത്രമാണ്. അത് മനസ്സിലാക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. ബ്ലെസ്സിങ്സ്. ഓം നമഃ ശിവായ.